ഞാൻ തനിച്ചാണെങ്കിൽ ഞാൻ നേരെ നിലത്തേക്ക് കമഴ്ന്ന് കിടന്ന് വേണം നീട്ടി കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ആളിനെ പ്രോപ്പറായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് പിടിക്കും. അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബാക്കിൽ പിടിക്കാം. ലേഡീസ് ആണെങ്കിൽ മുടിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്തിൽ പിടിച്ചിട്ടോ ആണെങ്കിൽ നമുക്ക് ബാക്ക് സ്ട്രോക്ക് ചെയ്ത് വേണം കരയിലേക്ക് എത്താനായിട്ട്. കേരളത്തിൽ ഒരു ദിവസം 3 പേരെങ്കിലും മുങ്ങി മരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന മുങ്ങി മരണ നിരക്കുകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? കുട്ടികളെ എല്ലാം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളെ നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരാളുടെ അടുത്ത് അയച്ച് നീന്തൽ പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത അവരുടെ കൂട്ടുകാർ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അത് ചിലപ്പോൾ അപകടത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. 6 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഹസാർഡെല്ലാം ആ കുട്ടിയുടെ വീടിൻ്റെ 30 മീറ്റർ ചുറ്റളവിലുണ്ടാവും. അതുകൊണ്ട് ആ അപകടങ്ങളെ തിരിച്ചറിയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ താമര വളർത്താനൊക്കെ ആയിട്ട് പോട്ട് വീട്ടിൽ കൊണ്ടുവെക്കും. ഇപ്പോൾ താമര പോട്ടിനകത്തൊക്കെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നടന്ന് തുടങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഹസാർഡ് തന്നെയാണ്. അതായത് കുട്ടി കളിക്കുന്നതിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ അതിലേക്കൊന്ന് കാൽ വഴുതി വീണാൽ കുട്ടിക്ക് തന്നെ എഴുന്നേറ്റ് പോരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ താമരപ്പോട്ടുകൾ വീട്ടിലേക്ക് മേടിക്കുമ്പോൾ വീട്ടിൽ നടന്നു തുടങ്ങുന്ന കുട്ടിയില്ല അല്ലെങ്കിൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടിയില്ല എന്ന് ഒന്ന് ഉറപ്പുവരുത്തിയേക്കുക. ബക്കറ്റിൽ പോലും വെള്ളം പിടിച്ചു വെക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. അതായത് അമ്മയുടെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ കുട്ടി പെട്ടെന്ന് തന്നെ നീന്തി അല്ലെങ്കിൽ ബാത്റൂമിലേക്കൊക്കെ എത്താനും ബാത്റൂം ക്ലോസ്ഡ് അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് കയറി ഈ നിറച്ച് വെച്ച ബക്കറ്റിനകത്തേക്ക് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ ധാരാളം വാർത്ത നമ്മൾ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടികളുടെ വീട്ടുകാർ ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഹസാർഡ്സ് എല്ലാം ഒഴിവാക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധ വേണം. ഇനി മുതിർന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞു. കുട്ടികളൊരു പ്രായമായി കഴിഞ്ഞാൽ വൈകിട്ട് ഫുട്ബോൾ കളിക്കാനും മറ്റൊക്കെ ഗ്രൗണ്ടിലേക്ക് പോകും. ഇതിനുശേഷം അവർ അടുത്ത വിനോദം ഏതെങ്കിലും കുളത്തിലോ പുഴയിലോ പോയി കുളിക്കുന്നതായിരിക്കും. ഇതും ധാരാളം സ്കൂബ പൂൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വൈകിട്ട് കളിക്ക് ശേഷം കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ നീന്തൽ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ പാരൻസ് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ബോട്ട് അപകടത്തിൽപ്പെട്ടാൽ പോലും ആൾ വെള്ളത്തിലേക്കായി. അവിടെ സ്വിമ്മിങ് അറിയാവുന്നവർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവ് വേണം. ഇനി അങ്ങനെ ഒരാൾ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ വേണം ആളെ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത്? അതായത് ഒരാൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ എങ്ങനെ വേണം ആളെ സർവൈവ് ചെയ്യിക്കാനായിട്ട്? ജനറൽ നമ്മുടെ ടെൻഡൻസി എന്ന് വെച്ചാൽ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നമ്മൾ സ്വിമ്മ് ചെയ്ത് പോയി ആളെ രക്ഷിക്കുക ഒരു ടെൻഡൻസി നമുക്ക് തോന്നും. പക്ഷേ അതും കുറേ റിസ്ക്കുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വേണം അതിനെ അപ്രോച്ച് ചെയ്യാനെന്നുള്ളതാണ്. 4 രീതിക്കാണ് പ്രധാനമായും നമ്മൾ വെള്ളത്തിലുള്ള റെസ്ക്യൂ വർക്ക് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ റീച്ചാണ്, രണ്ടാമത്തത് ത്രോ മെത്തേഡാണ്, മൂന്നാമത്തത് റോ മെത്തേഡാണ്, നാലാമത്താണ് ഗോ മെത്തേഡ്. അതായത് ഇതിനകത്ത് 4ാമത്തെ സിറ്റുവേഷനിൽ മാത്രമേ 4ാമത്തെ മെത്തേഡായിട്ട് മാത്രമേ നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നീന്തി ആളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുള്ളൂ. അതിന് മുന്നേയായിട്ട് 3 മെത്തേഡ്സ് 3 സ്റ്റെപ്സ് ഉണ്ട്. അത് ചെയ്ത് നോക്കുക. ഇനി ആദ്യം തന്നെ ചെയ്യേണ്ടത് ചിലപ്പോൾ വെള്ളത്തിൽ വീണ ആൾ ഒന്ന് ഫ്ലോട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും, ചെയ്ത് നിൽക്കുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു പെട്ടെന്നൊരു ഭയം തട്ടിയതുകൊണ്ട് ആൾ സ്റ്റക്കായി പോയതായിരിക്കാം. ചിലപ്പോൾ ഒരു മോട്ടിവേഷനോട് കൂടി ഒന്ന് പറഞ്ഞാൽ സംസാരിച്ചാൽ ആൾ ചിലപ്പോൾ കയറിപ്പോരും. അങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടും ആൾക്ക് കയറി വരാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ 4 മെത്തേഡ്സ് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആദ്യമായി നമുക്കൊരു വെള്ളത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ കരയ്ക്ക് നിൽക്കുന്ന ആൾക്ക് റീച്ച് മെത്തേഡിലൂടെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലുകയല്ല ചെയ്യുന്നത്. നമുക്ക് നീന്തൽ അറിയാൻ പാടില്ല, അയാളുടെ അപകടത്തിൽപ്പെട്ടു. അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ നീട്ടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വടിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ അവിടെ ഈ കരയിൽ സർഫസിൽ നിൽക്കുന്ന ആൾ വെള്ളത്തിലേക്ക് ഇറങ്ങാതെ സർഫസിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതാണ് റീച്ച് മെത്തേഡിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് വടിയോ എന്തെങ്കിലും റോപ്പ് ഉണ്ടെങ്കിൽ റോപ്പോ നീളമുള്ള പൈപ്പോ അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക, സർഫസിൽ നിന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തിക്കുക. അതിനുശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യുക, വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുക. ഇതാണ് നമ്മൾ റീച്ച് മെത്തേഡിലൂടെ ചെയ്യുന്ന റെസ്ക്യൂ വർക്ക് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ നീന്തൽ അറിയാൻ പാടില്ല, ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഈ വടിയോ കമ്പോ കൊടുക്കാൻ ശ്രമിക്കരുത്. നമ്മളെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യും, വലിച്ച് വെള്ളത്തിലേക്ക് അടുപ്പിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്. സർഫസിൽ നിന്ന് കിടന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും. വേറെ ഒരാളുടെ സഹായത്തിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കിടക്കുക. കിടന്നതിന് ശേഷം ഇത് ഒരു വടി നമ്മൾ എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരാൾ നിന്നുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുക, ബാക്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യുക, ഈ പൈപ്പ് നീട്ടി കൊടുക്കുക. ഇങ്ങനെ വേണം നമ്മളെപ്പോഴും റെസ്ക്യൂ വർക്ക് ചെയ്യാം. റീച്ച് മെത്തേഡിലൂടെ റെസ്ക്യൂ വർക്ക് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഇതുപോലത്തെ വടി കിട്ടി കാണും. നമ്മൾ ആ വടി ആണ് ചിലപ്പോൾ നീട്ടി കൊടുക്കാൻ പോകുന്നത്. ഇതുപോലത്തെ വടിയാണ് നീട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഈ മെത്തേഡ് വേണം. നമ്മൾ വെള്ളത്തിൽ ഒത്തിരി ദൂരത്തിലേക്ക് പോയിട്ടില്ല, എന്നാൽ ഡെപ്തുള്ള സ്ഥലമാണ്. നമുക്ക് ഇറങ്ങി ചെന്നാൽ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീച്ച് മെത്തേഡിൽ വടി നീട്ടി കൊടുക്കണം. ഇങ്ങനെ ഞാൻ നീട്ടി കൊടുക്കുകയാണെങ്കിൽ, ഞാൻ തനിച്ചാണെങ്കിൽ ഞാൻ നേരെ നിലത്തേക്ക് കമഴ്ന്ന് കിടന്ന് വേണം നീട്ടി കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ആളിനെ പ്രോപ്പറായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് പിടിക്കും.
അങ്ങനെ നീട്ടി കൊടുത്താൽ ഇല്ലെങ്കിൽ അദ്ദേഹം അറ്റത്ത് പിടിച്ച് വലിക്കുമ്പോൾ ഒരു പക്ഷേ ഞാനിവിടെ വെള്ളത്തിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും റീച്ച് മെത്തേഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് എടുത്ത് തന്നെ ചെയ്യാം. അടുത്തെന്ന് പറയുന്നത് ത്രോ മെത്തേഡാണ്. അതായത് എന്തെങ്കിലും ഫ്ലോട്ടിങ് എയ്ഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, കരയിലിരിക്കുന്നത് ത്രോ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് അദ്ദേഹത്തിലേക്ക് ഈ ഡ്രോൺ ചെയ്യാൻ പോകുന്ന വ്യക്തിമിന് നമ്മൾ എന്ത് ചെയ്യുക, ത്രോ ചെയ്ത് കൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ബോയ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ബോയിൽ ഒരു കയർ കെട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ മുങ്ങി താഴാൻ പോകുന്ന ആളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. അതിന് ശേഷം അദ്ദേഹം ഇതിനകത്ത് പിടിക്കുന്നു, നമ്മൾ കരയിൽ നിന്നോ അല്ലെങ്കിൽ ബോട്ടിൽ നിന്നോ നമ്മൾ വലിച്ച് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ത്രോ മെത്തേഡ്. ഇത് ലൈഫ് ബോയ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റോപ്പാണ് കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റോപ്പ് എറിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ റോപ്പിന് പ്രശ്നം എന്താ അറിയാമോ, ഇപ്പോൾ റോപ്പ് കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ടും എറിഞ്ഞ് ദൂരെ പോകണമെങ്കിൽ ഒരു കല്ലോ വടിയോ എടുത്ത് കെട്ടാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ കെട്ടുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അന്ന് കെട്ടുന്ന കെട്ട് റെഡിയാകില്ല, നമ്മൾ ഉന്നം വെക്കുന്ന ആളുടെ ഫ്രണ്ടായിരിക്കും അല്ലേ, നമ്മൾ കല്ല് എന്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ കെട്ടഴിഞ്ഞ് പോയിട്ട് കല്ല് ആളുടെ മേത്തേക്ക് കൊള്ളാനും റോപ്പ് അവിടെ എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയണത് ഒരു ഹിവിൻ ലൈൻ ഉണ്ടാക്കാനാണ്. ഹിവിൻ ലൈൻ ഉണ്ടാക്കാനായിട്ട് റോപ്പിൻ്റെ അറ്റത്ത് തന്നെ നമുക്കൊരു കെട്ടിടണം. ആ കെട്ട് മൂലം റോപ്പിൻ്റെ വെയിറ്റ് കിട്ടും, നമ്മൾ റോപ്പ് എറിയുമ്പോൾ ധാരാളം ദൂരത്തിൽ നല്ല ദൂരത്തിൽ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കെട്ടുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഈ റോപ്പിൻ്റെ ഏതെങ്കിലും എൻഡിൽ വേണം കെട്ടുണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ കല്ലിന് പകരം റോപ്പിൻ്റെ അടുത്ത് ചെറിയൊരു വെയിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി റോപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ മടക്കിയെടുക്കണം, കെട്ടൊന്നുമില്ലാതെ മടക്കിയെടുക്കുക. ഓക്കെ, ഇതിനുശേഷം നമ്മൾ റോപ്പിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ചവിട്ടി പിടിക്കുക. ഇനി എപ്പോൾ റോപ്പ് എറിഞ്ഞാലും നമ്മൾ ഡിസ്കസ് ത്രോ എറിയുന്ന രീതിക്കാണ് എറിയാനായിട്ട്. അതായത് റോപ്പ് രണ്ടായിട്ട് പകുത്ത് പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഈ രീതി പിടിക്കുക. ദെൻ എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കേണ്ടത് ആ ഭാഗത്തേക്ക് ഡിസ്കസ് ത്രോ ചെയ്യുന്ന രീതിക്ക് എറിഞ്ഞു കൊടുക്കുക. നല്ല ദൂരത്തിൽ പോകും. സാധാരണ റോപ്പ് എറിയുന്നതിനേക്കാളും ദൂരത്തിൽ പോകും. ഇങ്ങനെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ റോപ്പ് വലിച്ച് ആളെ കരയിലേക്ക് എത്തിക്കുക. ഇതിൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോ മെത്തേഡാണ്. അതായത് അതൊരു കുറേയൊക്കെ സാങ്കല്പികമായിട്ട് തോന്നും. അതായത് ഒരാൾ പുഴയിൽ വീഴുന്നു, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു വള്ളമുണ്ട്, നമ്മൾ ആ വള്ളം എടുത്ത് തുഴഞ്ഞു പോയിട്ട് ആളെ രക്ഷിക്കുന്നു. അപ്പോൾ തുഴഞ്ഞ ആളുടെ അടുത്തെത്തിയാലും നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ രണ്ട് മെത്തേഡ്, അതായത് ഒന്നെങ്കിൽ ആളെ എന്തെങ്കിലും നീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ബോയിൽ എറിഞ്ഞു കൊടുക്കുക. ഈ രീതിക്ക് വേണം ആളെ സേവ് ചെയ്യാനായിട്ട്. ഒരിക്കലും ആളുടെ അടുത്തെത്തി എന്ന് പറഞ്ഞിട്ട് വള്ളത്തിൽ നിന്ന് ചാടി വെള്ളത്തിലേക്ക് ഇറങ്ങരുതും, ആൾ നമ്മളെ പിടിച്ച് മുക്കുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ മെത്തേഡിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നാലേ, ഒരു കുളമാണെങ്കിൽ അവിടെ വെള്ളം ഒന്നും ഉണ്ടാകത്തില്ല, നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊരു പുഴയുടെ അടുത്ത് ആൾ വീഴുന്നു, നമുക്കൊരു വള്ളമുണ്ട്, നമ്മൾ ആ വെള്ളം പെട്ടെന്ന് എടുത്ത് തുഴഞ്ഞു പോയിട്ട് ആളുടെ അടുത്തേക്ക് പോകുന്നു, ആളെ പിടിച്ചൊന്ന് ഈ വള്ളത്തിൽ കയറ്റുന്നു, അല്ലെ പിടിച്ച് ഫ്ലോട്ട് ചെയ്ത് നിർത്തുന്നു, തുഴഞ്ഞ് കരയിലേക്ക് പോരുന്നു. ഇതാണ് നമ്മൾ മൂന്നാമത്തെ മെത്തേഡായ റോ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ആദ്യത്തെ മൂന്ന് മെത്തേഡ് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഗോ മെത്തേഡ്, അതായത് സ്വയം വെള്ളത്തിലേക്ക് ഇറങ്ങി സ്വിം ചെയ്ത് ആളെ രക്ഷിക്കുന്ന രീതി പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഏറ്റവും അപകടം നിറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ ഒന്നായിരിക്കും ജലാശയത്തിലെ രക്ഷാപ്രവർത്തനം. കാരണം മിക്കവാറും ഞങ്ങൾക്ക് കിട്ടുന്ന സ്കൂബ കോൾ ഇങ്ങനെയാണ്: 2 പേര് മരിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് യഥാർത്ഥത്തിൽ നീന്തൽ അറിയാൻ മേലാതെ വെള്ളത്തിൽ വീണ ആൾ, 2 ഇദ്ദേഹത്തെ രക്ഷിക്കാൻ അറിയാവുന്ന നീന്തൽ അറിയാവുന്ന ഒരാൾ, രക്ഷിക്കാൻ ശ്രമിച്ച നീന്തൽ അറിയാവുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് അതിനകത്ത്. ഈ വെള്ളത്തിൽ വീണ ആൾ എപ്പോഴും ശ്വാസത്തിന് വേണ്ടി കിടന്ന് കൈറ്റും കയ്യാലും അടിച്ച് തല നിന്നും മേൽപോട്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നു, അദ്ദേഹം ഇയാളെ നേരെ വട്ടം കയറി പിടിക്കുന്നു, പിന്നെ പിടിവിടില്ല. ആ 2018 സിനിമയ്ക്കകത്ത് ടൊവിനോ നന്നായിട്ട് സ്വിം ചെയ്യുന്ന ആളാണ്, പക്ഷേ കണ്ണുപോലും കാണാത്ത, എന്നാൽ അത്യാവശ്യം ജസ്റ്റ് സർവേ ചെയ്ത് പോകുന്ന ആൾ മാത്രം രക്ഷപ്പെട്ട് പോരുകയും എന്നാൽ സ്വിം ചെയ്യുന്ന ആൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സിനിമയാണെങ്കിൽ പോലും ഞങ്ങളുടെ സർവീസിൽ ധാരാളം അതുപോലത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ ബോഡി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നീന്തൽ അറിയാമെങ്കിൽ പോലും നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ഒരിക്കലും നേരെ ചെന്ന് സ്വിം ചെയ്ത ആൾക്ക് പിടി കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വിം ചെയ്യുമ്പോൾ ഇതെപ്പോഴും ഒരു അല്പം ഫ്ലോട്ട് ചെയ്ത് ഇറക്കുന്ന ആളെ രക്ഷിക്കുന്ന ടെക്നിക്കാട്ടോ. വെള്ളത്തിലേക്ക് ആൾ വീണു നേരെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ രീതിയല്ല. ആൾ വെള്ളത്തിൽ വീണിട്ടുണ്ട്, കുറച്ച് നേരത്തേക്ക് കൈയും കാലിട്ടടിച്ച് എന്തായാലും ഫ്ലോട്ട് ചെയ്ത് ഇറക്കും. ആ ടൈമിൽ ഒരാൾക്ക് ഇറങ്ങിയാലാണ് രക്ഷിക്കാൻ പറ്റുന്നത്. ആ ടൈമിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ നീന്തി ചെല്ലുമ്പോൾ
അവൻ അത്യാവശ്യം ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അതായത് ഏറെക്കുറെ സ്വിമ്മിങ് പ്രോപ്പർ അറിയില്ല, എന്നാലും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആൾ നമ്മളിലേക്ക് ഫേസ് ചെയ്ത് നോക്കാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും ആളെ നേരെ ഫേസ് ചെയ്ത് നിന്നിട്ട് പിടുത്തം കൊടുക്കരുതും. എപ്പോഴും ഒരു മീറ്ററെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നേരെ മുങ്ങിയിട്ട് ആളുടെ ബാക്കിലൂടെ വേണം ആളെ സമീപിക്കാനായിട്ട്. ബാക്കിലൂടെ എത്തി ആളെ നോക്കി കഴിഞ്ഞാൽ ആളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇദ്ദേഹം വെപ്രാളം കാണിച്ചിട്ടിരിക്കുന്ന മുഴുവനും ബ്രീത്ത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല സ്കിൽഫുൾ ആണെങ്കിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും ഇദ്ദേഹത്തെ ഒന്ന് അല്പം താടി ഉയർത്തി പിടിച്ചിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ഈ സമയത്ത് അദ്ദേഹത്തിനോട് പറയുക, നിങ്ങൾ സമാധാനപ്പെടുക, ഞാൻ കരയിലേക്ക് രക്ഷിച്ചോളാം, കരയിലെത്തിച്ചോളാം, നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയുക. അങ്ങനെ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൾ വെപ്രാളം കുറയുകയും ആൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് മനസ്സിലാക്കി നമ്മളോട് സഹകരിക്കാനും തുടങ്ങും. ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ഇദ്ദേഹത്തിന് താടി മേൽപോട്ട് ഉയർത്തി പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നതും ആൾ ആ ടെൻഷനൊക്കെ മാറി നോർമൽ സ്റ്റേജിലേക്ക് വരുന്നതാണ്. പെട്ടെന്ന് വരില്ല, ടൈം എടുക്കും, എന്നാലും ആദ്യത്തെ വെപ്രാളം ഒന്ന് മാറി കിട്ടും ബ്രീത്ത് കിട്ടി തുടങ്ങുമ്പോൾ. ദെൻ ആളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ സഹകരിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ റിസ്ക് അത്രയും കുറയും. നമ്മൾ പിന്നെ ഒരിക്കലും ഫ്രണ്ടിലേക്ക് സ്വിം ചെയ്ത് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ബാക്ക് സ്ട്രോക്ക് ചെയ്യേണ്ടി വരും. അതാ പറഞ്ഞാൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഈ റെസ്ക്യൂ വർക്ക് ഓക്കെ ആവുള്ളൂ. ദെൻ ഞാനും മലന്ന് നിൽക്കുന്നു, ആളെ ജസ്റ്റ് ഒന്നുകിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബാക്കിൽ പിടിക്കാം. ലേഡീസ് ആണെങ്കിൽ മുടിയിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്തിൽ പിടിച്ചിട്ടോ ആണെങ്കിൽ നമുക്ക് ബാക്ക് സ്ട്രോക്ക് ചെയ്ത് വേണം കരയിലേക്ക് എത്താനായിട്ട്. ഇൻ കേസ് അങ്ങനെ ആൾ വട്ടം കയറി പിടിച്ച് പോവുകയാണെങ്കിൽ പിടിച്ചാൽ കൈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുക. അപ്പോൾ ഇങ്ങനെ പിടിച്ചാലും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൈ കറക്കി ആ പിടുത്തം ഒഴിവാക്കുക. എന്നിട്ടും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തള്ളി മാറ്റിയിട്ടാണെങ്കിലും ആളെ നമ്മുടെ പിടുത്തം ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നേരെ വെള്ളത്തിലേക്ക് മുങ്ങാൻ കൂടിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുങ്ങി വന്ന് നമ്മളെ പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലേക്ക് മുങ്ങി അല്പം ഡെപ്തിലൂടെ അവിടുന്ന് മാറുക. ദെൻ വീണ്ടും ആളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബാക്കിലൂടെ വന്ന് അപ്രോച്ച് ചെയ്യുക. ഇതാണ് നമ്മൾ വെള്ളത്തിലെ രക്ഷാപ്രവർത്തനത്തിന് പറയുന്ന പ്രധാനപ്പെട്ട രീതികൾ.